ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യം മൂലം പല്ലിശല്യം മൂലം പെരിച്ചാഴി ശല്യമൊക്കെ മൂലം പൊറുത്തിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു ടിപ്പ് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള ഉറുമ്പ് ശല്യം വരെയും നമുക്ക് ഇല്ലാണ്ടായി പോകട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പുകയിലയാണ്. ഈ പുകയില കൊണ്ട് നമ്മളുണ്ടാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നല്ല പവർഫുൾ സൊല്യൂഷനാണ് കേട്ടോ. ഉപയോഗിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ക്യാപ്സൂളാണ്. ഇത് നമുക്ക് മെഡിക്കലിലൊക്കെ കിട്ടും കേട്ടോ. ഒരുപാട് പേര് ഞാൻ ഒരു വീഡിയോയിൽ ഈ ഒരു ക്യാപ്സൂൾ ഉപയോഗിച്ച് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാപ്സൂളിൻ്റെ പേരൊക്കെ. അപ്പോൾ ഇത് നമുക്ക് മെഡിക്കലിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ കോൾഡ് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ആവിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്യാപ്സൂളാണിത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഈ ഒരു പുകയിലിട്ട വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്തേക്ക് ആ ഒരു ക്യാപ്സൂൾ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്യാപ്സൂൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു പുകയില ചേർത്ത വെള്ളം നമ്മൾ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ക്യാപ്സൂളും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ നമ്മൾ ഇതുപോലെ ജലദോഷമൊക്കെ വന്ന് ആവി പിടിക്കാനുള്ള ഒരു ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഈ ഒരു ക്യാപ്സൂളിൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ട്. നല്ലൊരു പുകയാണ്. ആ ഒരു പുകയുടെ സ്മെല്ലൊക്കെ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ. നമ്മളിത് പുകയിലയും അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്സൂളിൻ്റെ പുകയൊക്കെ ആയതുകൊണ്ട് തന്നെ ജലദോഷമൊക്കെ ഉള്ളവർക്കും ത്രോട്ട് പെയിനൊക്കെ ഉള്ളവർക്ക് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ഈ ഒരു പുക സ്മെല്ല് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എലീനെയും അതുപോലെ തന്നെ പല്ലീനെയും പെരിച്ചാഴിനെയും ഉറുമ്പുശല്യമൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സൊല്യൂഷനാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എടുത്തു വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മാസങ്ങളോളം തന്നെ നമുക്ക് എടുത്തു വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണിത്. ഒറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്കൊരു പെരിച്ചാഴിയുടെയും അതുപോലെ തന്നെ പല്ലിയുടെയും പാറ്റയുടെയും ചെറിയ പാറ്റ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോയി കിട്ടും. അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം, അങ്ങനെ എല്ലാ ശല്യവും നമുക്ക് ഈ ഒരൊറ്റ സ്പ്രേ കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാണ്ടാകും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പ് എന്നുള്ള ഭാഗങ്ങൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ രാത്രിക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് വരുന്ന പ്രാണിശല്യമോ അല്ലെങ്കിൽ ഇതുപോലുള്ള പാറ്റയുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിലാണെങ്കിലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണിശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മളിതുപോലെ സവോളയൊക്കെ എടുക്കുന്ന സമയത്ത് സവോളയുടെ ഈ ഒരു മേൽഭാഗം നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് ഇതുപോലെ ഡസ്റ്റ്ബിനിലൊക്കെ ഇട്ട് കളയാറാണ് പതിവ്. അപ്പോൾ ഇനി അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു നല്ലൊരു ഉപയോഗമുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു സവോളയുടെ മേൽഭാഗം നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയാണ്ട് വരുന്ന പ്രാണിശല്യം അതുപോലെ തന്നെ പാറ്റയുടെ ശല്യമോ പല്ലിശല്യമോ ഒന്നും നമുക്ക് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വെറുതെ കളയുന്ന സവോളയുടെ ആ ഒരു മേൽഭാഗം ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വാഴപ്പഴമൊക്കെ പെട്ടെന്ന് പഴുത്ത് പോകും. അപ്പോൾ ആ ഒരു പഴുപ്പ് നമുക്ക് ഒരുപാട് പഴുത്ത് പോയി പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരുപാടൊന്നും പഴുത്ത് പോകാണ്ട് ഉള്ള പഴുപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നവരൊക്കെയെങ്കിലും നമുക്ക് ആ ഒരു ഉള്ള പഴുപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ്. ഇതുപോലെ ജസ്റ്റ് ന്യൂസ് പേപ്പർ എടുത്ത് നിങ്ങൾ ആ ഒരു പഴം ഇതുപോലൊന്ന് സെക്യൂറായിട്ടൊന്ന് ഇതുപോലൊന്ന് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ആ പഴം ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് കേടൊന്നും കൂടാണ്ട് ഒരുപാട് അങ്ങ് പഴുത്ത് പോകാണ്ട് ഏത് പഴുപ്പിലാണോ ഉള്ളത് ആ ഒരു പഴുപ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ഒരു നല്ലൊരു ടിപ്പാണ്. ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പഴങ്ങളൊക്കെ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 2 ദിവസം കൊണ്ട് തന്നെ നമുക്കത് പഴുപ്പേറി പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാണ്ട് പോകും. അപ്പോൾ ഉറപ്പായിട്ട് ഇനി ഇങ്ങനെയൊക്കെയുള്ള പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. കേടായ ഇഞ്ചിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ബ്ലെൻഡറിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല യൂസ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഇഞ്ചി കൊണ്ട്. നമുക്കത് എന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇടികല്ലുണ്ടെങ്കിൽ അതിലും കൂടെ ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ബ്ലെൻഡറിലിട്ടൊന്ന് അരച്ചെടുത്തേ ഉള്ളൂ. ഇതുപോലൊന്ന് അരച്ചെടുത്താൽ കൂടെ മതിയാകും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോൾഗേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലാണ് കോൾഗേറ്റ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഇഞ്ചിയുടെ സൊല്യൂഷൻ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ആ ഒരു ഇഞ്ചി നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ താഴത്തേക്ക് സ്ട്രെയിൻ ചെയ്ത് വന്നോളൂട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു ഇഞ്ചിയുടെ സൊല്യൂഷനിലേക്ക് ആ ഒരു കോൾഗേറ്റും കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് ടോപ്പ്, കൗണ്ടർ ടോപ്പ് എന്നിവ മാത്രമല്ല, നമ്മൾ വീടൊക്കെ തുടയ്ക്കുന്ന സമയത്ത് കുറച്ചൊഴിച്ച് നമ്മൾ വീടൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. കുട്ടികളെ ഈ മിഠായും അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരുപാട് പൊടികളും കാര്യങ്ങളൊക്കെ തറയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉറുമ്പൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് വീട് തുടയ്ക്കാനും അതുപോലെ തന്നെ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രാണിശല്യം അതുപോലെ തന്നെ ഫ്രൂട്ട് സീസൺ കൊണ്ടുണ്ടാവുന്ന ചെറിയ ചെറിയ പാറ്റശല്യം, ഈച്ചശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് യൂസ് ഉണ്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട്. നമുക്ക് പല്ലിയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഞാനിത് അവിടെ 2 ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് നന്നായിട്ട് അതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട്. തണുത്ത ബിസ്ക്കറ്റൊക്കെ ആണെങ്കിലും മതിയാവും കേട്ടോ നമ്മുടെ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയും കോൾഗേറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷനാണ് കേട്ടോ ഞാൻ ഈ ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതുപോലൊന്ന് ഉരുളയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയ ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ കോൾഗേറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റിൽ ആ ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ കോൾഗേറ്റൊക്കെ ചേർത്തുള്ള സൊല്യൂഷൻ റെഡിയാക്കിയിട്ടുള്ളത് ഒഴിക്കുന്നത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മുടെ എലിശല്യം മൂലം അതുപോലെ തന്നെ പെരിച്ചാഴ്ചയിലേക്ക് മൂലം മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ടിപ്പാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് എവിടെയാണോ പെരിച്ചാഴി ശല്യം അതുപോലെ തന്നെ എലിശല്യമൊക്കെ രൂക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങളിത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതിയാകും. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എലിനെയും പെരിച്ചാഴിനെയും കൊല്ലൊന്നും വേണ്ട, ജസ്റ്റ് ഓടിച്ചു വിട്ടാൽ മാത്രം മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണിത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി പല്ലിയുടെയും എലിയുടെയും ശല്യമൊന്നും ഇല്ലാണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉറുമ്പുകളുടെയും ഫ്രൂട്ട് സീസൺ കാരണം വരുന്ന ആ ഒരു ഈച്ചയുടെ ശല്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സുകളാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.